Today our topic is principles of insurance. There are seven principles. Principles of insurable interest, principles of utmost good faith, principles of indemnity, principles of subrogation, principles of causa proxima, principles of contribution, and principles of mitigation of loss. Then first one is principles of insurable interest. Insured must have insurable interest in the subject matter, then only he can take an insurance policy on the subject matter. അതായത് ഇൻഷുർഡിന് സബ്ജക്ട് മാറ്ററിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് കഴിയുള്ളൂ, സബ്ജക്ട് മാറ്ററിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് സബ്ജക്ട് മാറ്ററും അതുപോലെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റും. സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓൺ വിച്ച് ഇൻഷുർഡ് ഗോയിങ് ടു ടേക്ക് പോളിസി. ഏത് എലമെന്റ്സിന്റെ മേലിലാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ആ ഒരു എലമെന്റിനാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ അവിടെ ഒരു പേഴ്സന്റെ ലൈഫാണ് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ പ്രോപ്പർട്ടിയാണ് സബ്ജക്ട് മാറ്റർ. അപ്പൊ ഏത് എലമെന്റ്സിന്റെ മേലിലാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ആ ഒരു എലമെന്റിനാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Then next is insurable interest. ഇതൊക്കെ എന്താണ് insurable interest എന്ന് പറഞ്ഞാൽ, if subject matter is safe, then insured get some benefits from the subject matter, or if subject matter is damaged, then insured suffer some losses, then we can say the insured have an insurable interest on the subject matter. അതായത് സബ്ജക്ട് മാറ്റർ സേഫ് ആയതുകൊണ്ട് ഇൻഷുർഡിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആകാം അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആകാം. അതായത് സബ്ജക്ട് മാറ്റർ സേഫ് ആയതുകൊണ്ട് ഇൻഷുർഡിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്ററിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ, ഇൻഷുർഡിന് എന്തെങ്കിലും ലോസ് ഇൻകേർഡ് ആകുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാം, ഇൻഷുർഡിന് സബ്ജക്ട് മാറ്ററിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. Okay, and the relationship between insured and subject matter is legally accepted, then only insurance company gives insurance policy on that particular subject matter to insured. അതായത് ഇൻഷുർഡും സബ്ജക്ട് മാറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീഗലി ആക്സെപ്റ്റബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് ആ ഒരു സബ്ജക്ട് മാറ്ററിൽ പോളിസി എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, then രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. And insurer are bound to disclose all material facts regarding the insurance contract. That means the insured and insurer are responsible to disclose all information related with subject matter. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ സബ്ജക്ട് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇൻഫർമേഷനും ഇൻഷുർഡും ഇൻഷുററും എന്ത് ചെയ്യണം, പരസ്പരം ഡിസ്ക്ലോസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കേസ്, അവിടെ ലൈഫ് ആണല്ലോ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഏജ്, ഇൻകം, ഒക്യുപ്പേഷൻ, ഹെൽത്ത്, ഹാബിറ്റ്സ് എക്സെട്ര ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് സബ്ജക്ട് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. Then next is principles of indemnity. Insured is placed in the same financial position which he had enjoyed before the loss, means insured should not make any profit out of insurance contract. അതായത് ജനറൽ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് ഇൻഷുറൻസ് is a contract of indemnity other than life insurance. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ കോൺട്രാക്റ്റുകളും, അതായത് നോൺ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് is a contract of indemnity. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണോ ലോസ് ഇൻകേർഡ് ആയത് ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, the maximum amount of compensation does not exceed the amount of actual loss or value of policy whichever is less.
അതായത് ഒരു ജനറൽ ഇൻഷുറൻസ് കേസിൽ ലോസ് സംഭവിച്ചാൽ ആക്ച്വൽ ലോസ് എത്രയാണോ അല്ലെങ്കിൽ പോളിസി എമൗണ്ട് എത്ര, ഇതിൽ ഏതാണോ ചെറുത് ആ എമൗണ്ട് ആണ് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ, അതായത് ലോസ് എത്രയാണോ സംഭവിച്ചത് ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുക. അതിൽ കൂടുതൽ എന്തില്ല നമുക്ക് കിട്ടില്ല. കാരണം എന്താ, ഇൻഷുർഡ് ഷുഡ് നോട്ട് മേക്ക് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒന്നല്ല. അതായത് ലോസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒന്നാണ് ഇത് ഇൻഷുറൻസ്. അപ്പൊ എത്രയാണോ ലോസ് സംഭവിച്ചത് ആ എമൗണ്ട് ആണ് നമുക്ക് ഇൻഡെംനിറ്റി ആയിട്ട് കിട്ടുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് അല്ലെങ്കിൽ എ എന്ന ഒരാൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഷോപ്പിന്മേൽ എന്ത് ചെയ്തു, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു, ഫയർ ഇൻഷുറൻസ് പോളിസി എടുത്തു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ആ ഷോപ്പ് എന്ത് ചെയ്തു, ഫയറിലൂടെ നന്നായിട്ട് കത്തി നശിച്ചു. അപ്പൊ അദ്ദേഹം എടുത്ത ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞത് 30 ലാഖാണ്, 30 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ആണ്, പോളിസിയാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ ലോസ് എന്ന് പറയുന്നത് 15 ലാഖാണ്, 15 ലക്ഷത്തിന്റെ ലോസ് ആണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് കമ്പനി 30 ലക്ഷമല്ല, ഇൻഷുറൻസ് പോളിസി 30 ലക്ഷം ആണെങ്കിൽ പോലും ലോസ് ഉണ്ടായത് എത്രയാണ്, 15 ലാഖാണ്. അപ്പൊ ആ 15 ലാഖാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കൊടുക്കുന്നത്. ഓക്കെ, but principles of indemnity does not apply to life insurance because loss of one individual life cannot be measured in terms of money. In life insurance, company agrees to pay policy amount at the time of death. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റി എന്ന സംഗതി ഇല്ല. കാരണം അവിടെ എത്രയാണ് നഷ്ടം സംഭവിച്ചത് എന്ന് നമുക്ക് മണി വാല്യൂവിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരാൾക്ക് ഡെത്ത് സംഭവിച്ചു, അത് എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, മണി വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ പോളിസി എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് കിട്ടും. എന്നാൽ ജനറൽ ഇൻഷുറൻസിന്റെ കേസിൽ എത്രയാണോ ലോസ് ഉണ്ടായത് ആ എമൗണ്ട് ആണ് കിട്ടുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റി പറയുന്നത്. നാലാമത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രഗേഷൻ. ആഫ്റ്റർ പേയിങ് ദ കോമ്പൻസേഷൻ ടു ഇൻഷുർഡ്, the right of the insured on the subject matter will pass on to insurer. അതായത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ തന്നതിന് ശേഷം ആ ഒരു സബ്ജക്ട് മാറ്ററിന്മേലുള്ള റൈറ്റ് അത് ഇൻഷുർഡിൽ നിന്ന് ഇൻഷുറിലേക്ക് എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. പിന്നെ അതായത് കോമ്പൻസേഷന് ശേഷം ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും, ഇൻഷുറർ ആയിരിക്കും. The next is principles of causa proxima. If causa proxima is a Latin phrase. Causa means cause, കാരണം എന്നുള്ള cause. Proxima means nearest or immediate or latest. ശ്രദ്ധിക്കുക, principles of causa proxima എന്ന് പറഞ്ഞാൽ if there are series of cause for a loss, the insurer consider the proximate cause to pay the compensation. അതായത് there is a loss, reason for that loss more than one. In that, insurance company use causa proxima principles to pay compensation to insured. അതായത് ചില സമയങ്ങളിൽ ലോസ് സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങൾ കാണും, അല്ലെ, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടാകും ഒരു ലോസ് സംഭവിക്കാൻ. അപ്പൊ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാരണം ഏതാണോ അതിന്റെ ബേസിലാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോസ പ്രോക്സിമ എന്ന് പറഞ്ഞത്. കോസ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡ് ആണ്. കോസ എന്ന് പറഞ്ഞത് കോസ്, കാരണം എന്നുള്ള കോസ്. പ്രോക്സിമ എന്ന് പറഞ്ഞാൽ, പ്രോക്സിമ എന്നതിന്റെ മീനിങ് നിയറസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പം അതായത് ഒരു ലോസ് സംഭവിച്ചാൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ കാണും, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസൺ ഏതാണോ അതിന്റെ ബേസിലാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കോമ്പൻസേഷൻ അടക്കുന്നത്. The next is principles of contribution. In case of double insurance, the loss is shared by all insurers. Insured cannot recover more than actual loss. Double insurance എന്ന് പറഞ്ഞാൽ taking more than one insurance policy on one subject matter.
ഒരു സബ്ജക്ട് മാറ്ററിൽ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്ട് മാറ്ററിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. This case, insurance company takes principles of contribution. അതായത് both companies paid a portion of each loss based on policy amount. അതായത് ഇവിടെ ലോസ് അതായത് ഒരാള് ഒരു സബ്ജക്ട് മാറ്റർ രണ്ട് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് കമ്പനി രണ്ട് ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും. അതായത് രണ്ട് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കമ്പനീസിനാണ് പോളിസി എടുക്കുക. അപ്പൊ രണ്ട് ഇൻഷുറൻസ് കമ്പനീസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവർ അങ്ങനെ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാല് ബോത്ത് കമ്പനീസ് പെയ്ഡ് എ പോർഷൻ ഓഫ് ഈച്ച് ലോസ് ബേസ്ഡ് ഓൺ പോളിസി എമൗണ്ട്. അതായത് രണ്ട് കമ്പനി കൂടിയിട്ടാണ് എന്ത് ടോട്ടൽ ലോസ് റിക്കവർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻഷുർഡിന് എന്ത് കിട്ടൂല, ലോസിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഒരിക്കലും ഇൻഷുറൻസ് കമ്പനീസിന്റെ അടുത്ത് നിന്ന് കിട്ടില്ല. രണ്ട് കമ്പനീസ് കൂടിയിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ ലോസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആക്ച്വൽ ലോസ് റിക്കവർ ചെയ്തു ആ എമൗണ്ട് പേ ചെയ്യും. അത് എങ്ങനെ കൊടുക്കുന്നത് വെച്ചാല് എത്രയാണോ പോളിസി എമൗണ്ട് അതിന്റെ ബേസിലാണ് അവിടെ കോമ്പൻസേഷൻ കൊടുക്കുന്നത്. Then last point is principles of mitigation of loss. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് എന്നാണ് മീനിങ്. In the event of a damage, insured must take all possible steps to minimize loss to the subject matter. Here, insured to take necessary steps to minimize or avoid loss because insurance company observe each and everything before paying compensation. അതായത് ലോസ് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് മാറ്ററിന് ഡാമേജ് സംഭവിക്കുന്ന സമയത്ത് ഇൻഷുർഡ് മാക്സിമം ലോസ് കുറക്കാനുള്ള എല്ലാ നെസസറി സ്റ്റെപ്സും എടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫയർ ആണെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളമൊക്കെ പാർന്നിട്ട് മാക്സിമം ലോസ് എന്ത് ചെയ്യണം, റിഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക.